നിലമ്പൂർ ഫലം നൽകുന്ന സൂചന എന്ത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം കോൺഗ്രസ് പ്രതിനിധി സേനാപതി വേണു കൂടി ചേരുകയാണ്. ശ്രീ സേനാപതി വേണു, കഴിഞ്ഞ തവണ വി പ്രകാശ് മത്സരിക്കുമ്പോൾ 45.34% വോട്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് നേടിയിരുന്നു, UDF സംബന്ധിച്ച് നേടിയിരുന്നു. 78,527 വോട്ടാണ് വി പ്രകാശ് നേടിയതെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് നേടിയിരിക്കുന്ന വോട്ട് 44.17%. ഏതാണ്ട് 1.17% വോട്ട് കുറയുകയാണ് UDF സംബന്ധിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വലിയ ഭരണവിരുദ്ധ വികാരം, അതിന് ഭരണത്തിനെതിരായ ജനങ്ങളുടെ വിധിയെഴുത്ത്, മുഖ്യമന്ത്രി രാജിവെച്ചേ മതിയാകൂ എന്ന് പറയുമ്പോൾ ഈ ഏതാണ്ട് 1.25% വോട്ട് കുറഞ്ഞ സാഹചര്യത്തിൽ അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. ഇവിടെ ഇപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യം അത് CPM-ന്റെ താത്വികമായ അവലോകനമാണ്. കഴിഞ്ഞ പ്രാവശ്യം 2700 വോട്ടിന് പരാജയപ്പെട്ടിടത്ത് ഞങ്ങൾ 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുകയാണ്. ജനാധിപത്യത്തിൽ പെർസെൻറ്റേജ് ഒന്നും നോക്കി ഒരാളെയും നിർണയിക്കാറില്ല. കാരണം പെർസെൻറ്റേജ് വെച്ചാണ് എങ്കിൽ പെർസെൻറ്റേജ് അനുസരിച്ച് ഞങ്ങൾ നിയമസഭയിലോട്ട് പോയാൽ മതിയല്ലോ. ഇവിടെ ഭൂരിപക്ഷമാണ്, ജനങ്ങൾ നൽകിയിരിക്കുന്ന ഭൂരിപക്ഷം, അത് വളരെ ക്ലിയർ ആയ മാൻഡേറ്റാണ്. ഇനി ഞങ്ങളുടെ വിജയത്തെ അതിൻ്റെ ഒരു പൊലിമ കുറഞ്ഞു കാണിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ 1% കുറഞ്ഞല്ലോ, അല്ലെങ്കിൽ 1.5% കുറഞ്ഞല്ലോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ഇപ്രാവശ്യം കഴിഞ്ഞ 9 കൊല്ലമായി ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടിരുന്ന MLA അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു ഇതിനിടയിൽ. അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം, 9 കൊല്ലമായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ സ്വാധീനം, ഇതെല്ലാം വോട്ടാക്കി മാറ്റുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ അദ്ദേഹം ഒരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള പ്രത്യക്ഷത്തിലുള്ള തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്താ? 2700 എന്ന നെഗറ്റീവ് അല്ലെങ്കിൽ മൈനസ് മറികടന്നുകൊണ്ട് 11,077 എത്തുമ്പോൾ അതിന് വേറെ ഒരു ന്യായീകരണവുമില്ല. ഞങ്ങളുടേത് വളരെ അവിടെ ശ്രീ സേനാപതി വേണു, അതിൽ വേറെ ന്യായീകരണമില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നിലമ്പൂർ പോലെ ഒരു മണ്ഡലം എന്ന് പറയുന്നത് UDF അനുകൂല സാഹചര്യങ്ങൾ ഉള്ള മണ്ഡലമാണ്. അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും. അതിനുശേഷം കഴിഞ്ഞ 9 കൊല്ലമായി സ്വതന്ത്രനെ നിർത്തിയുള്ള പരീക്ഷണമാണ് LDF അവിടെ നടത്തിയത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ കൂടി സഹായത്താൽ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷനോട് കൂടി ആ മണ്ഡലം 2 തവണ നിലനിർത്തുകയായിരുന്നു. അവിടെ അതിൽ നിന്ന് മാറി ആ MLA സ്ഥാനം രാജിവെച്ച അൻവർ പോവുകയും അവിടെ ഒരു തെരഞ്ഞെടുപ്പ് വരികയും ചെയ്യുമ്പോൾ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുന്നു. അവിടെ ഒരു നഷ്ടം വോട്ടിന് സംഭവിക്കാത്ത തരത്തിൽ ആ മണ്ഡലം അടിസ്ഥാന വോട്ടുകൾ സംരക്ഷിച്ചുകൊണ്ട് ഒരു മത്സരം കാഴ്ചവെക്കാൻ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കഴിയുന്നു. ഇവിടെ നമ്മൾ അൻവറിന്റെ കൂടി വോട്ട് അവിടോട് ചേർത്ത് വെച്ച് നോക്കിയാൽ അങ്ങനെ ഒരു നഷ്ടം അവകാശപ്പെടാനില്ല. അപ്പോൾ അവരുടെ അടിസ്ഥാന വോട്ടുകളിൽ നഷ്ടം വന്നിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. അത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നിലമ്പൂർ മണ്ഡലം ഒരു UDF മണ്ഡലമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ 1965 മുതലുള്ള ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കാം. 65-ലും 67-ലും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. 65-ലെ ഭൂരിപക്ഷം 7,161, 67-ലെ ഭൂരിപക്ഷം 9,789. അതിനുശേഷം ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ 70-ലെ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം 5000 സംതിങ്. 70-ൽ വീണ്ടും രണ്ടാമത് തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞപ്പോൾ, ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഭൂരിപക്ഷം 2,811. 77-ലെ ഭൂരിപക്ഷം 7,715. 80-ലെ ഭൂരിപക്ഷം 6,423. 80-ൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മാത്രമാണ് 17,847. അപ്പോ ഈ ആര്യാടൻ അന്ന് മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടാണ് CPM-നോടൊപ്പം കേരള കോൺഗ്രസ്, മാണി ഗ്രൂപ്പും കോൺഗ്രസിന്റെ A വിഭാഗവും കൂടെ ചേർന്നാണ്. 82-ലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത് TK ഹംസയാണ്, 1,565. 87-ലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 10,000. 91-ലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 7,684. 96-ലെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 6,958. 2001-ലെ ഭൂരിപക്ഷമാണ് ആര്യാടൻ മുഹമ്മദിന് 21,000
40,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിട്ടുള്ളത്. ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ വിജയം 5,000 to 7,000, 10,000 എന്ന് പറയുന്ന ഒരു മാക്സിമത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോ ഞങ്ങൾ അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും പ്രത്യേകമായ സാഹചര്യത്തിൽ മാത്രമാണ്, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, 2001 ഒരു അഭൂതപൂർവ്വം, കാരണം ഞങ്ങൾ 100 സീറ്റിൽ വിജയിച്ച ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് 21,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ എന്താ പറഞ്ഞ 2006-ലും 18,000 2011 ആയപ്പോഴേക്കും അത് 5,580 കുറയുന്നു എന്നായിട്ട് കുറയുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ശ്രീ ആര്യാടൻ മുഹമ്മദ് ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹം മത്സരിച്ച നിരവധി തെരഞ്ഞെടുപ്പ്, 8-10 തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പുകളിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് 20,000-ന് മുകളിലേക്കുള്ള ഒരു ഭൂരിപക്ഷം പോയിരിക്കുന്നത്. ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പിലെയും ഭൂരിപക്ഷം എന്ന് പറയുന്നത് 10,000-ൽ 5,000-നും 7,000-നും ഇടയ്ക്കാണ്. 10,000 എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ഈ മണ്ഡലം രൂപീകൃതമായ 1965-ന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ കംഫർട്ടബിളായി വലിയ ഒരു വിജയത്തിലേക്ക് ഈ 5,000, 6,000, 7,000 ഒക്കെ മറികടന്നുകൊണ്ട് ഞങ്ങൾ 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വിജയിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വേണമെങ്കിൽ പറയാം ഞങ്ങളുടെ എന്താ പറഞ്ഞ രാഷ്ട്രീയ അടിത്തറയൊന്നും തകർന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ അവർക്ക് അവകാശപ്പെടാം. പക്ഷേ രാഷ്ട്രീയ അടിത്തറ തകർന്നോ തകർന്നില്ലയോ എന്നുള്ളത് ഇവിടുത്തെ ഭൂരിപക്ഷത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആ ഭൂരിപക്ഷത്തെ അടിസ്ഥാനപ്പെടുത്തി പറയുമ്പോൾ ഞങ്ങൾ 2,700 പിറകിൽ നിന്നത് ഞങ്ങൾ 11,077 വർദ്ധിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ വോട്ടിങ്ങിന്റെ ശതമാനത്തിന്റെ കണക്ക് വന്ന് ഞാൻ പറഞ്ഞല്ലോ, 11 കൊല്ലം MLA ആയിട്ട് നിന്ന ഒരാള് അവിടെ ഇൻഡിപെൻഡന്റ് ആയ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഏതൊക്കെയോ വഴികളിൽ കൂടി ലഭിച്ചിട്ടുള്ള വോട്ടുകൾ അതിനെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് അത് ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയുള്ള വികാരമാണ്. 11-9 കൊല്ലമായി നമ്മുടെ സംസ്ഥാനത്ത് ഭരിച്ചുകൊണ്ടിരുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ ദുഷ്ചെയ്തികൾക്കെതിരെ. മാഡം ഇതിന്റെ ഒറ്റ ഒരു കാര്യം കൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണല്ലോ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് മുന്നിൽ നയിച്ചത്. മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയം എന്താ? KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നു പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണ്. അങ്ങനെയാണോ KC വേണുഗോപാൽ പറഞ്ഞത്? KC വേണുഗോപാൽ പറഞ്ഞത് എന്താ? മാസാമാസം അല്ലെങ്കിൽ മാസത്തിന്റെ ആദ്യം അവസാനം കൊടുക്കേണ്ട പെൻഷനുകൾ അത് പല മാസങ്ങളിലും കൊടുക്കാതെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ആളുകളുടെ വോട്ടിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പെൻഷൻ കൊടുക്കുന്നതായിട്ട് വരുന്നു. ഇനി പെൻഷന്റെ കാര്യത്തിൽ തന്നെ പറ്റിയ ഒരു കള്ളക്കളി എന്താ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് ധനമന്ത്രിക്ക് പറയാൻ പറ്റുമോ? കാരണം അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ്. പെൻഷൻ കൊടുക്കുന്നത്, ശമ്പളം കൊടുക്കുന്നത് ഇറ്റ് ഈസ് എ റൊട്ടീൻ പ്രൊസീജിയർ. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലോ. അപ്പൊ മന്ത്രി വാർത്താ സമ്മേളനം നടത്തി പത്രക്കുറിപ്പ് ഇറക്കി പറയുകയാണ് 20-ാം തീയതി മുതൽ ഇതാ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ പോവുകയാണ്. എന്തിനാ മന്ത്രി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത്? 19-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, 20-ാം തീയതി ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോകുന്നു എന്ന് 15-ാം തീയതി പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോട് കൂടിയൊക്കെ നടന്ന പ്രോസസ് ആണല്ലോ അത്. സാധാരണ പെൻഷൻ കുടിശ്ശിക കൊടുക്കുമ്പോൾ അത്തരം അനൗൺസ്മെന്റുകൾ ഉണ്ടാവാറുമുണ്ട്. അതൊരു തെരഞ്ഞെടുപ്പ് രംഗത്ത് മാത്രം എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുമില്ല. ശ്രീ സേനാപതി വേണു, ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചുവല്ലോ മുഖ്യമന്ത്രി മുന്നിൽ നിന്ന് നയിച്ചു എന്നത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രതിപക്ഷമാകെ തമ്പടിച്ച് നടത്തിയ പ്രചണ്ഡമായ പ്രചരണം നിലമ്പൂർ കണ്ടതാണ്. ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി തന്നെ എടുത്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തിന്റെ വലിയ സംഘം അവിടെ തമ്പടിച്ചത്. തങ്ങൾ കുടുംബാംഗങ്ങൾ പോലും നേരിട്ട് വീട് കയറി വോട്ട് ചോദിച്ച് വോട്ട് ഉറപ്പാക്കുന്നതും നിലമ്പൂർ കണ്ടതാണ്. ഇതൊക്കെ മുൻകാലങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. അപ്പോൾ നിങ്ങളുടെ സാധ്യമായ എല്ലാ സന്നാഹവും ഒരുക്കി ഒരു ഇടത്തേക്ക് മാത്രം, നിലമ്പൂർ എന്ന ഒരു മണ്ഡലത്തിലേക്ക് മാത്രം ചുരുങ്ങി നടത്തിയ പ്രചരണം കൂടിയാണ്. അവിടെ ഈ 11,077 വോട്ട് മാത്രം മതിയായിരുന്നോ എന്ന് സംശയം തോന്നില്ലേ? ഒരു അല്പം യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഇതിനെ സമീപിച്ചാൽ KPCC അധ്യക്ഷൻ പറഞ്ഞത് ഞങ്ങൾ എവിടെയെങ്കിലും വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കും എന്നതാണ്. അങ്ങനെയെങ്കിലും ഒരു സമീപനം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടേ? അല്ല, വോട്ട് ചോർച്ച ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഈ മണ്ഡലത്തിന്റെ കഴിഞ്ഞ 50 ഈ മണ്ഡലം രൂപീകൃതമായതിനു ശേഷം കോൺഗ്രസിന് കിട്ടിയ UDF സ്ഥാനാർത്ഥികൾ കിട്ടിയ വോട്ടിന്റെ ചരിത്രമൊക്കെ ഞങ്ങൾ 25,000 വോട്ട് പ്രതീക്ഷിക്കാം. ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കുമ്പോഴും ഈ മണ്ഡലത്തിന്റെ പ്രീസിഡൻസ് ഉണ്ടല്ലോ, മുൻകാല ചരിത്രങ്ങൾ, ആ ചരിത്രത്തെ ആസ്പദമാക്കിയല്ലേ. ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ച ഒരു കാര്യം, പ്രതിപക്ഷത്തിന്റെ സർവ്വസന്നാഹവും ഞങ്ങളുടെ ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. മുൻ KPCC പ്രസിഡന്റ് ഒരിക്കൽ സൂചിപ്പിച്ച പോലെ ഇത് അവസാനത്തെ വണ്ടിയാ. ഈ വണ്ടിയും കൂടെ പോയിരുന്നെങ്കിൽ ഞങ്ങൾ പെരുവഴിയിൽ എന്താ പറഞ്ഞ വെയിലും മഴയും ഏറ്റ് കിടക്കേണ്ട സ്ഥിതിവിശേഷം വന്നു. അപ്പോൾ അവസാന വണ്ടി പിടിക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തിയ പോരാട്ടം അതിവിടെ മാത്രമല്ല,
ഞങ്ങൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ, പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷ നേതാവിന്റെ തെരഞ്ഞെടുപ്പിൽ, പാലക്കാട്ടും അതുപോലെ തന്നെ ചേലക്കരയിൽ ഞങ്ങൾ തോറ്റു. പക്ഷെ 39,000 വോട്ടിൽ നിന്ന് ഇടതുപക്ഷത്തിന്റെ വോട്ടിന്റെ എണ്ണം 12,000 എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞപ്പോൾ 27,000 ആളുകളാണെന്ന് വോട്ട് മാറി ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യത്തേതിൽ നിന്ന്. അപ്പോ ആ രീതിയിൽ തന്നെ ശരി, സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. ഞാനത് ശരിയാക്കിയതിന് ശേഷം താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ രഞ്ജിത്ത്, താങ്കൾക്ക് എന്നെ കേൾക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കൂ, ഇവിടെ എം സ്വരാജിന് ലഭിച്ച 66,660 വോട്ട് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും നേടിയ വോട്ട് എന്ന് പറയുന്നത് ഈ സർക്കാരിനെതിരായ വിധിയെഴുത്തിനുള്ള വോട്ടാണ്. അവിടെ UDF അതിൻ്റെ ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആകുന്നു. അതിനുശേഷം PV അൻവറാണ് 20,000-ഓളം വോട്ട് നേടുന്നത്. PV അൻവർ നമുക്കറിയാം LDF-നൊപ്പം നിന്ന് മത്സരിച്ച് അവിടെ 9 വർഷക്കാലം MLA സ്ഥാനത്തിരുന്ന വ്യക്തിയാണ്. ഭരണവിരുദ്ധ വികാരം ഉണ്ട് എങ്കിൽ അതിൻ്റെ ഒരംശം അൻവറിന് കൂടി അവകാശപ്പെട്ടതാണ് ആ മണ്ഡലത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. കാരണം 9 വർഷക്കാലം അൻവർ ആ മുന്നണിക്കൊപ്പമായിരുന്നു. അതിനുശേഷമാണ് അൻവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ അൻവർ 20,000-ഓളം വോട്ട് അവിടെ നേടുമ്പോൾ നിങ്ങൾക്ക് 8,648 വോട്ട് മാത്രമേ നേടാൻ കഴിയുന്നുള്ളൂ. നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെയല്ല, പുതുതായി 7,700 ശിഷ്ടം പുതിയ വോട്ടർമാരുണ്ടായിരുന്നു. അങ്ങനെ കൂടി വരുമ്പോൾ നിങ്ങൾ ആ വോട്ട് നിലനിർത്തി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. 0.0